എന്താ വേണ്ടേ? അത് പിന്നെ ഇതൊന്ന് പാക്ക് ചെയ്തേക്കും. ശരി. ഇതെനിക്കും ഒരു ഡസൻ വേണം. ഇതിനെന്താ വില? 22 രൂപ. എനിക്കും വേണം. ക്യൂടെക്സ്. രാധികേ, രാധികേ, അമ്മേ, രാധിക എവിടെ? അവളുടെ അച്ഛൻ വന്നിരുന്നു. കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നി. 2 ദിവസം അവളോട് നിക്കട്ടെ മോനെ. നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞ ഇതൊക്കെ എടുക്കാൻ? ഇതൊക്കെ വാങ്ങാൻ ചേട്ടൻ ആരാ പറഞ്ഞത്? ഇതുപോലെ തെരഞ്ഞെടുത്ത് വാങ്ങാനുള്ള കലാബോധം ചേട്ടനില്ലെന്ന് എനിക്കറിയാം. നീ അത് അവിടെ വയ്ക്കുന്നുണ്ടോ? ചേട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതാ. കഷ്ടമായിപ്പോയി. നിന്നോട് അത് അവിടെ വയ്ക്കാനാ പറഞ്ഞത്. എന്താ ഞാനിട്ടാ ശരിയാവില്ലേ? ശരിയാവില്ല. എന്താ ഇത്? നോക്കമ്മേ, എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? നിനക്ക് വാങ്ങി തരികേ. ആ മോന്ത കണ്ടാലും മതി. കുഴപ്പമുള്ളത് ആരുടെ മോന്തയ്ക്കാന്ന് ഏടത്തി ഇറങ്ങിപ്പോയപ്പോ മനസ്സിലായി. നിന്റെ നാം കുറച്ച് കൂടുന്നുണ്ട്. അയ്യേ, എന്താ കണ്ണായത്? അവൾ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞെന്ന് വെച്ച് രാധിക 2 ദിവസം തിരിച്ചെത്തില്ലേ? കമലൂര് ദൂഹിക്കവളയാണോ മീനാക്ഷി ശേഷാദ്രിയാണോ? ആരെങ്കിലും ആവട്ടെ, ഒന്നും മിണ്ടാതിരി. നിർത്തടാ. 10 ചപ്പാത്തി പരത്താനാണോ ഇത്ര സമയം? മോൻ കൊണ്ടുപോയി കളിച്ചോ. നീ ആരും വന്നിരിക്കുന്നു. ഒരു സ്ഥലത്തിരുത്തി അവിടെ ഇരിക്കും ഗണപതി പോലെ. ഒന്ന് പോയി നോക്ക്. ഒന്ന് പോയി കഥ തുറക്കും മനുഷ്യ. ഹരിയോ ഗോവിന്ദ്, നീ ഇങ്ങോട്ട് വാ. ആഹാ, ഹരിയോ? ഗോപിയേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇരിക്കും, ചിത്രഹാർ കഴിയാറായി. ഞാൻ ചിത്രഹാര കാണാൻ വന്നൊന്നുമല്ല. ആദ്യം തന്നെ അതൊന്ന് ഓഫി കണ്ണും ചെക്കും കേക്കട്ടെ. അയ്യേ, ന്യൂസായി. ഗോപിയേട്ടാ, ഒന്ന് TV ഓഫ് ചെയ്തേ. പോയി ഓഫ് ചെയ്യടി. നീ ഇരിക്കും. എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണി? ഗോവിന്ദേട്ടൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സംഭവിച്ചാൽ എന്താ? തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ. തങ്കം പോലത്തെ പെണ്ണിനെ അവളെ തന്ത വന്ന് വിളിച്ചോണ്ട് പോയി. തന്ത ഒന്ന് വിളിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? അങ്ങനെയാ നല്ല തന്തമാര്. അല്ല, ഇതിപ്പോ അതവളുടെ അസൂയ കൊണ്ടാ. ദൈവമേ, എന്റെ കല്യാണത്തിന് ഇങ്ങനൊരു അബദ്ധം പറ്റിയില്ലല്ലോ. എനിക്ക് അബദ്ധം പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര ആലോചനകൾ വന്നതാ. അമ്മ 100 വട്ടം പറഞ്ഞതാ പാലക്കാട്ടുള്ള പലചരക്കടക്കാരനായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാന്ന്. അച്ഛന് നിർബന്ധം, സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണോന്ന്. ഇപ്പൊ അയാൾക്ക് പാലക്കാട്ട് നിറയെ കടകളാ. കാറും ബംഗ്ലാവുമായിട്ട് കഴിയുന്നു. ഭാഗ്യവാൻ. അതൊക്കെ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. എന്നാ അവൻ്റെ കൂടെ പോടി. കല്യാണം കഴിഞ്ഞ് വല്ലവരെയും കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. പിന്നെ എന്റെ തറവാട്ടിലുണ്ടോ? എന്നെ കൊണ്ട് പഠിപ്പിക്കരുത്. ഓ, കണ്ണന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിലും വലിയ പ്രശ്നം അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായി. ഇപ്പോഴും പാലക്കാടൻ പലചരക്കാണ് ഇവിടെ മനസ്സിൽ. എനിക്കും ആലോചനകൾ പലതും വന്നതാ. 10 പവൻ തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചാടി വീണു. 10 മാറ്റുള്ള പെണ്ണുങ്ങളെ തഴഞ്ഞിട്ടാണ് 10 പവന് വേണ്ടി ഈ ചടാക്കിനെ. 10 പവൻ മാത്രോ? ഒന്ന് നിർത്തോ? നീ ഒന്നും മിണ്ടാതിരിക്കടാ. പറ മനുഷ്യ, 10 പവൻ മാത്രാ? പിന്നെ എന്താ തന്നു? 10 സെന്റ് ഭൂമി തന്നില്ല. ഓണങ്കേറാമൂലയില് 10 സെന്റ് ഭൂമി. അവിടെ നിന്റെ ശവാടൊക്കെ നടക്കും. ഹരി എന്നെ നിയന്ത്രിക്കല്ലേ നീ? ഞാൻ പറഞ്ഞു വേണ്ട. ആ 10 സെന്റ് തന്നിട്ട് നീ വലിയ കാര്യമായിട്ട് ഓർത്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടങ്ങ്. നിന്നെ ഓർത്ത് ഞാൻ അടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ? ഇല്ല, എന്നാ ഞാൻ പോയിക്കോട്ടെ. പോയിക്കോട്ടെ. പോയി ചപ്പാത്തി പറ്റും മനുഷ്യ. കറി ഉണ്ടാക്കി വെക്ക്. ടിവിയിൽ കയറ് തുടങ്ങാൻ സമയമായി, എനിക്ക് കാണണം. ഇവളിങ്ങനെ പോയാൽ ഞാൻ കയറെടുക്കേണ്ടി വരുമല്ലോ.
അവൻ എന്റെ അടുത്ത് ഇരുന്നോട്ടെ. ശബ്ദം ഉണ്ടാക്കരുത്. ആ എന്നെ തൊടണ്ട. പാലക്കാട്ടുകാരൻ പലചരക്കച്ചവടക്കാരനെ പോയി തൊട്. അങ്ങനെ പറയില്ല ചേട്ടാ. കമലാക്ഷി. ആ കമലു. ആ കമലു, എനിക്ക് നിന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല. പകലൊരു നിറം, രാത്രി വേറൊരു നിറം. അയ്യോ, അതെന്താ വിഷമോ? അത് ശരി. മകളെ മോനെ മോനെ കരയല്ലേ? മോളെ രാധിക എവിടെ? രാധിക ബാങ്കിൽ പോയി. എന്താ അവളുടെ പ്ലാൻ? എന്താന്ന് വെച്ചാൽ നമ്മളല്ലേ തീരുമാനിക്കുക. അവള് നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവൾ ആകെ അപ്സെറ്റാ. നീ പിന്നെ ചേട്ടത്തി അമ്മയാണെന്ന് പറഞ്ഞ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. അമ്മയില്ലാത്തതിന്റെ കുറവ് ഇപ്പോഴാണ് അറിയുന്നത്. ആ കുറവ് ഇതുവരെ തോന്നാതിരുന്ന എന്താ? അതറിയിക്കാൻ നിങ്ങളെ വളർത്തിയതുകൊണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. എല്ലാരും അറിഞ്ഞിരിക്കുന്നു പുതിയ മരുമകന്റെ യോഗ്യത. ആളുകൾക്ക് എന്താ മോനെ നമ്മുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? അവൾക്ക് എത്ര ആലോചനകൾ വന്നതാ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഓരോരുത്തർക്കും ഓരോ കുറ്റം കണ്ടെത്തിയില്ലേ. എന്നിട്ടിപ്പോ 10ാം ക്ലാസ്സുകാരൻ, സർക്കാർ ഓഫീസിലെ പ്യൂൺ. നമ്മൾ വിചാരിച്ചാണോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന്? അവളുടെ മനസ്സ് കാണാൻ അച്ഛന് കഴിഞ്ഞില്ല. അതാണ് ശരി. അച്ഛൻ നിമിത്തമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മളൊക്കെ നിമിത്തം മാത്രമാണ്. നിശ്ചയം അവിടുത്തെയാ. ഇത് വെറും അന്ധവിശ്വാസമാ. ഒരു ഭ്രാന്തൻ ഓടി വന്ന് താലി കെട്ടിയെന്ന് പറഞ്ഞ് അവന്റെ കൂടെ പെണ്ണിനെ ഇറക്കി വിടുന്നത് ദൈവനിശ്ചയമാ? അല്ലെങ്കിൽ പിന്നെ 360 കല്യാണം നടന്നേ നമ്മുടെ രാധയ്ക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കാൻ? എല്ലാറ്റിനും അച്ഛന് ന്യായീകരണമുണ്ട്. പക്ഷെ അവളുടെ ജീവിതം. കല്യാണത്തിന് ശേഷം ഭർത്താവിന് ഭ്രാന്ത് വന്നു വിചാരിക്കുക, ബന്ധം വേർപെടുത്താൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും? അത് വിധിയാണെന്ന് കരുതും. ആരുടെ വിധി? ഈശ്വരന്റെ വിധി. ആ വിധി തന്നെയാണ് ഇതും. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മാത്രമാണ് സത്യമെന്ന് കരുതരുത്. അതിനപ്പുറത്തും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വേണ്ടത്? രാധികയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അവൾക്ക് നിന്റെ കൂടെ വരാൻ ഇഷ്ടമല്ല. മാധവൻകുട്ടി, രാധിക ബാങ്കിൽ പോയിരിക്കുക. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. അച്ഛാ, രാധയ്ക്ക് വിരോധമായിട്ടൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയാം. നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടതാണ് വിരുന്നിന്. അച്ഛനിതൊന്നും അറിയാഞ്ഞിട്ടല്ല. എന്തായാലും അവളെ അന്വേഷിച്ചു വരാൻ നിനക്ക് തോന്നിയല്ലോ. എനിക്ക് രാധികയെ വലിയ ഇഷ്ട. രാധികയ്ക്കോ? രാധികയ്ക്ക് നീ വിഷമിക്കാതിരി. പ്രതീക്ഷിക്കാത്ത സംഭവിച്ചപ്പോ അവൾക്ക് പ്രയാസം തോന്നിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളല്ലേ, താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അല്ല, 1 മാസത്തെ ലീവ് എടുത്തിട്ട് ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്തു? നിന്റെ കാര്യത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ള പോലെ തോന്നുന്നു. ലീവ് കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? അതുവരെ എന്ത് ചെയ്യാനാ? അപ്പൊ നീ അങ്ങോട്ട് പോണില്ലേ? നീയും ഇതിലൊക്കെ രസം കാണാ. ഒന്നീ ധൈര്യം കാണിക്കണം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നീങ്ങണം. ഇങ്ങനെ രണ്ടും അല്ലാത്ത അവസ്ഥ ഒക്കെ വിധിയാണെന്നല്ലേ പറഞ്ഞത്? വിധിയായിരിക്കും. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്താ രാധേത്? ഞാൻ പോയില്ല. മോശാട്ടോ, പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്.
ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ച. ശരി, ഞാൻ സംസാരിക്കാം. ഒരു മിനിറ്റ്.